കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവദാസന്മാരുടെ പ്രതിനിധിയായിട്ട് ഈ കൺവെൻഷനിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിപ്പാൻ ദൈവം ഒരുക്കിയ അവസരങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും എല്ലാ മഹത്വവും മാനവും ഞാൻ കർത്താവിന് അർപ്പിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ യോഗത്തിന് അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ കുണ്ട്ര സെക്ഷൻ പ്രസ്പെക്ടർ പാസ്റ്റർ ഷോജിക്കോശി അവറുകൾ, നമ്മുടെ സമൂഹത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന റവറൻഡ് ടി ജെ ശമൽ സാർ അവറുകൾ, അസിസ്റ്റൻറ്റ് സൂപ്രണ്ട് പ്രിയ ഐസക് സാറ്, എൻ്റെ കൂടെ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബാബു വർഗീസ്, കൂടാതെ ഇന്ന് എനിക്ക് ശേഷം ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്ന ഞാൻ വളരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ദീർഘവർഷങ്ങളായിട്ട് സുവിശേഷത്തിൻ്റെ അക്തി കത്തിച്ചുകൊണ്ടിരിക്കുന്ന പാസ്റ്റർ ബാബു ചെറിയാൻ അവറുകൾ, മേഖലാ ഡയറക്ടേഴ്സ്, പ്രസ്പിറ്റേഴ്സ്, മുൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, എല്ലാ വിശിഷ്ട അതിഥികൾക്കും, പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദാസന്മാരായിരിക്കുന്ന പാസ്റ്റർ ജോൺസൺ ഡാനിയൽ, പാസ്റ്റർ ജെ ജോസഫ് അവറുകൾ, എല്ലാ പാസ്റ്റേഴ്സിനും സഭാംഗങ്ങൾക്കും അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുന്ന കൊയറിനും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ക്രിസ്തുവന്ദനത്തെ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തോടുള്ള ബന്ധത്തിൽ പുരോഗതിയുടെ ചവിട്ടുപടികൾ കയറത്തക്ക നിലയിൽ മറക്കാനാവാത്ത വ്യക്തിപുത്രം പതിപ്പിച്ച അനുഗ്രഹിതനായിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസനാണ് നമ്മുടെ ഡിസ്ട്രിക്ട് സൂപ്രണ്ട്. ആത്മീയ അധികാരത്തോടെ ആത്മാവിൻ്റെ നിറവോടെ ഈ സമൂഹത്തെ നയിപ്പാനും ദൈവദാസനോട് ചേർന്ന് എനിക്ക് പ്രവർത്തിപ്പാനും ദൈവം ഒരുക്കിയ അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. അതോടൊപ്പം തന്നെ തുല്യം വെക്കുവാൻ കഴിയാത്ത വ്യത്യസ്തമായിരിക്കുന്ന വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ് റവറൻഡ് ഡോക്ടർ ഐസക് മാത്യു സാർ അവറുകൾ. ഇവർ രണ്ടുപേരും എൻ്റെ അധ്യാപകരാണ്. അവരോട് ഒരുമിച്ച് പ്രവർത്തിപ്പാനും ശുശ്രൂഷിപ്പാനും നിങ്ങളുടെ നടുവിലായിരിക്കാനും ദൈവം ഒരുക്കിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രവും നന്ദിയും അർപ്പിച്ചുകൊണ്ട് അല്പനിമിഷം നാം ദൈവത്തിൻ്റെ വചനം ചിന്തിപ്പാനായി പോകുകയാണ്. ഇന്ന് ചിന്തയ്ക്കായിട്ട് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം വായിക്കാം. എല്ലാവരും വിസ്മയം പൂണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി, ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. ഇവിടെ വാക്യം നമുക്ക് ഒരുമിച്ച് വായിക്കാൻ കഴിയുമെങ്കിൽ നന്നായിരിക്കും. എല്ലാവരും വിസ്മയം പൂണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി, ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. ഈ വചനത്തെ ഓർത്ത് നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്ത് എല്ലാവരും അല്പനിമിഷങ്ങൾ കർത്താവിനെ നമ്മൾ ആരാധിച്ചുവെങ്കിലും ഒരു നിമിഷം കൂടെ എല്ലാവരും കരങ്ങൾ വീശി ദൈവത്തിന് സ്തോത്രം ചെയ്തു ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എല്ലാവരും അതരങ്ങളെ തുറന്ന് അവൻ ആത്മ നിറവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, വചനം നിന്റേതാണ്, ജനം അവിടുത്തേതാണ്, അടിയൻ അവിടുത്തെ വകയാണ്. ഏതാത്മാവിനാൽ ഈ വചനം എഴുതപ്പെട്ടോ അതേ ആത്മശക്തിയോടെ ശുശ്രൂഷിപ്പാനുള്ള വിശേഷമായ കൃപ അടിയന്റെ മേൽ പകരണമേ. അങ്ങയുടെ നാവാക്കി അങ്ങയുടെ ശബ്ദമാക്കി എന്നെ മാറ്റണമേ. ആദ്യോടത്തിന് സാന്നിധ്യമുണ്ടായിരിക്കണം. ഈ ഗ്രൗണ്ടിന് യേശുവിൻ്റെ നാമത്തിൽ മുദ്രയിടുകയാണ്. ആത്മസാന്നിധ്യത്തിൻ്റെ മറവിലായിരിക്കാൻ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. അവിടെ ഒരു പ്രധാനപ്പെട്ട വാക്യം മാത്രം ചിന്തിക്കുമ്പോൾ തന്നെ 17 മുതലുള്ള ചില വേദഭാഗങ്ങൾ വേദഭാഗങ്ങൾ വായിക്കുന്നതായിരിക്കും, ചില കാര്യങ്ങൾ മാത്രം. ഇവിടെ നമ്മൾ ഓർപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. ഇവിടെ വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ, ദൈവമക്കൾ എല്ലാവർക്കും നന്നായിട്ട് വേദപുസ്തക പശ്ചാത്തലത്തിൽ മനസ്സിലാക്കുമ്പോൾ അറിയാൻ കഴിയും, ഒരു അപൂർവ കാര്യങ്ങളെ കണ്ടിട്ടുണ്ട്. അപൂർവ കാര്യങ്ങൾ എന്താണ്? അപൂർവ കാര്യം എന്ന് പറയുന്നത് മനുഷ്യ ചരിത്രത്തിൽ മനുഷ്യശക്തിക്ക് അതീതമായി ചില സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിനെ വേദപുസ്തകത്തിൽ അപൂർവ കാര്യങ്ങൾ എന്ന് പറയും. റയർ തിങ്സ്
റിമാർക്കബിൾ തിങ്സ്, എക്സ്ട്രാ ഓർഡിനറി തിങ്സ്. അതാണ് അപൂർവ കാര്യങ്ങൾ എന്ന് പറയുന്നത്. മനുഷ്യർക്ക് അസാധ്യമായ കാര്യങ്ങൾ ദൈവം ചെയ്തപ്പോൾ ലോകം വിസ്മയിക്കുവാനായിട്ടിടയായി. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ മാത്രമല്ല, ക്രൈസ്തവ സഭയിൽ അപൂർവമായ കാര്യങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഈ 2026-ൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹത്തിൽ നിന്ന് മാത്രമല്ല, ദൈവസഭകളിൽ ദൈവത്തിന് അപൂർവ കാര്യങ്ങൾ ചെയ്യുവാനായി കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. വളരെ ലളിതമായ തിരുവചന ഭേദഭാഗം പരിശുദ്ധാത്മാവിക്ക് നൽകി തന്ന ചില ചിന്തകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായി പോകുന്നത്. അതിന് നന്നായിട്ട് എല്ലാവർക്കും അറിയാം, കാണാതറിയാവുന്ന വാക്യങ്ങളാണ്. പശ്ചാത്തലം നമുക്ക് നന്നായിട്ടറിയാം. 17-16 വാക്യം മുതൽ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് യേശു ദൈവവചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വചനം പഠിപ്പിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം. ആ കൂട്ടത്തിനകത്ത് പ്രധാനപ്പെട്ട 3 വിധ ആൾക്കാരുണ്ട്. ഒന്ന്, ഒരു വലിയ ജനക്കൂട്ടമുണ്ട്. ചില മത നേതാക്കന്മാരുണ്ട്. മാത്രമല്ല, ഒരു പക്ഷപാതക്കാരനായിരിക്കുന്ന ഒരു രോഗിയെ അവിടെ എടുത്തുകൊണ്ടുവരികയാണ്. ഈ സാഹചര്യങ്ങളെല്ലാം നന്നായിട്ടറിയാവുന്നതാണ്. ഇതിൻ്റെ നടുവിൽ അപൂർവ കാര്യമെന്ന് പറയാൻ കാര്യം 26-ാമത്തെ വാക്യം വളരെ വ്യക്തമായി പറയുന്നു. ജനം വിസ്മയം പൂണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി അവർ ഭയം നിറഞ്ഞവരായി. അപൂർവ കാര്യങ്ങളുടെ അടയാളങ്ങൾ എന്ന് പറയുന്നത് വിസ്മയം പൂണ്ടുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. 3, ഭയം നിറയുക. അവിടെ നമ്മൾ ഒരു പാദം ശ്രദ്ധിക്കേണ്ടത് എല്ലാവരും എന്നുള്ള പദമാണ്. എല്ലാവരും. ഇവിടെ നമുക്കറിയാൻ കഴിയും, വേദപുസ്തകത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും പഠിക്കുമ്പം ഘട്ടം ഘട്ടമായി ദൈവത്തിൻ്റെ ദാസന്മാരുടെ, രാജാക്കന്മാരുടെ ഒക്കെ നടുവിൽ പ്രത്യേക ചില ദൈവപ്രവൃത്തികൾ ദൈവം നടന്നിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ട് ഞാൻ പുതിയ നിയമത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാനായിട്ടാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. ഇവിടെ എല്ലാവരും ഒരു കൂട്ടമെന്ന് പറയുമ്പം ആരൊക്കെയാണ് എന്ന് 5-ാമത്തെ ആയത്തിൻ്റെ 17-ാമത്തെ വാക്യം വായിക്കാം. 17-ാം വാക്യം. അവൻ ഒരു ദിവസം ഉപദേശിക്കുമ്പോൾ ഗലീലയിലും യഹൂദയിലുമുള്ള സകല ഗ്രാമത്തിൽ നിന്നും യെരുശലേമിൽ നിന്നും വന്ന പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവിടെ ഇരുന്നിരുന്നു. അവിടെ ഒരു ജനക്കൂട്ടമുണ്ടായിരുന്നു. ആകാംക്ഷയോടെ വചനം കേൾക്കാൻ, എന്ത് സംഭവിക്കുമെന്നറിയാൻ വന്ന ഒരു കൂട്ടമുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ശാസ്ത്രിമാരും പരീശന്മാരും, വളരെ വിദ്യാഭ്യാസമുള്ളവർ, ജ്ഞാനമുള്ളവർ, പണ്ഡിതന്മാർ, അവരാണ് മറ്റൊരു കൂട്ടരെന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ വായിക്കുന്നു, എല്ലാവരും വിസ്മയം പൂണ്ടു. ഞാൻ പറയുന്നത് അപൂർവ കാര്യമെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വേണ്ടിയല്ല, ഒരു വലിയ കൂട്ടം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി, അവർ വിസ്മയം മൂടുവാനിടയായി, ഭയം നിറഞ്ഞവരായി തീർന്നു. പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറയാം. പാരമ്പര്യത്തിൻ്റെ പശ്ചാത്തലങ്ങളും ഏത് മണ്ഡലങ്ങളുണ്ടെങ്കിലും ദൈവ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ ഒരു കൂട്ടം ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോകുകയാണ്. അപൂർവ കാര്യങ്ങൾ കണ്ടെന്ന് ലോകം പറയത്തക്ക നിലയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ദൈവപ്രവൃത്തി ഈ ഭാരതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ ദൈവം ചെയ്യാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ച് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഒരു വലിയ ദൈവപ്രവൃത്തി നമ്മുടെ നടുവിൽ ചെയ്യാൻ പോകുകയാണ്. ഇവരെ കുറിച്ച് പറയുന്നത്, യേശുവിൻ്റെ പ്രസംഗത്തിൽ വന്ന് ഇവരിയ്ക്കുന്ന കക്ഷികളാണ്.
ഇരിക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. പ്രൈസലോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, വചനം കേൾക്കുന്ന വലിയ ഇഷ്ടമാണെങ്കിലും ഇവരിരുന്നിട്ട് പോകത്തേ ഉള്ളൂ. വലിയ പങ്കാളിത്തമൊന്നുമില്ലാതെ അനലൈസ് ചെയ്യാൻ, ക്രിട്ടിസൈസ് ചെയ്യാൻ, കുറ്റം കണ്ടുപിടിക്കാൻ ഒക്കെ വന്നിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. അവരാരും ഇതുവരെ യേശുവിൻ്റെ പ്രസംഗം കഴിയുമ്പോൾ അവരാരും ചലിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? അവരെല്ലാം ഇങ്ങനെ മസിൽ പിടിച്ച് ഇരിക്കുകയാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് അപൂർവ കാര്യമെന്ന് പറഞ്ഞാൽ, എല്ലാവരും കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താനിടയായി. എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ചലിക്കാതിരുന്ന സകല കക്ഷികളും ഒന്ന് ചലിക്കാൻ തുടങ്ങി. അവർ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഈ തലമുറയിൽ നാം എഴുതി വെച്ച് തള്ളിയ ചില കേസുകൾ ദൈവാത്മാവ് കൈകാര്യം ചെയ്യാൻ പോകുകയാ? ചില അടിത്തറകളെ ദൈവം ഇളക്കാൻ പോകുകയാ. അന്ന് പരീക്ഷന്മാരെയും ന്യായശാസ്ത്രിമാരെയും ദൈവം ചലിപ്പിക്കാൻ തുടങ്ങിയെങ്കിൽ പാരമ്പര്യത്തിന്റെ കൂട് പൊളിച്ച് ദൈവത്തെ ആരാധിക്കാൻ ഈ തലമുറയിൽ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഒരു സ്ഥലവും എഴുതി തള്ളണ്ട, ഒരു വ്യക്തികളെയും എഴുതി തള്ളണ്ട. ദൈവം ചില കാര്യങ്ങൾ ഈ തലമുറയിൽ ചെയ്യാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ഇതുവരെ ചലിക്കാത്ത ചിലരെ പരിശുദ്ധാത്മാവ് ചലിപ്പിക്കുക തന്നെ ചെയ്യും. ഈ സന്ദേശം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, ഇവിടെ പാസ്റ്റർ തോമസ് ഫിലിപ്പ് അല്ല, പാസ്റ്റർ ബാബു ചെറിയാനല്ല, അതിനപ്പുറത്ത് അന്ന് ആ കൂട്ടത്തിൽ വന്നതുപോലെ ആത്മാവിന്റെ ശക്തിയോടെ യേശു വന്നിട്ടുണ്ടായിരുന്നു. സ്തോത്രം ചെയ്താട്ടെ. മുടന്തൻ സൗഖ്യമാകുന്നതിന് മുൻപ്, മേൽക്കുര പൊളിക്കുന്നതിന് മുൻപ് യേശുവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. യേശുവിന്റെ നാമത്തിൽ മേൽക്കുര പൊളിക്കാനല്ല, അവൻ മുടന്തൻ സൗഖ്യമാകണ്ട, പക്ഷപാതക്കാരെ സൗഖ്യമാകുന്നതിന് മുൻപേ ദൈവ സാന്നിധ്യം അവിടെ വന്ന് നിൽക്കുകയാണ്. ഈ ഗ്രൗണ്ടിനകത്ത് ദൈവ സാന്നിധ്യം ഇവിടെ വന്നിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇവിടെ ചെയ്യേണ്ട ശുശ്രൂഷയ്ക്കായി ദൈവത്തിന്റെ ആത്മാവിടെ ഇറങ്ങി വന്നിരിക്കുകയാ. എത്ര വിശ്വസിക്കുന്നുണ്ട്? ഈ കഴിഞ്ഞ അസംബ്ലീസ് കോഡ് സമൂഹത്തോടുള്ള ബന്ധത്തിൽ ദീർഘ ദിവസങ്ങൾ നമ്മുടെ ഡിസ്ട്രിക്ട് സൂപ്രണ്ടും ടീമും ഒക്കെ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്നപ്പോൾ എനിക്കൊരു കാര്യം അറിയാം. ഈ കൺവെൻഷനിൽ ചെയ്യേണ്ട ദൈവപ്രവർത്തിക്കായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ടുണ്ട്. യേശു ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അത് ചെയ്യേണ്ടത് ദൈവം ചെയ്യുക തന്നെ ചെയ്യും. ഓ റബശംദനറബസിയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ എന്താണ് വാസ്തവത്തിൽ വിസ്മയം പൂണ്ടു എന്ന് പറയുമ്പോഴത്തേക്ക്, യവനായ പശ്ചാത്തലത്തിൽ പ്രതീക്ഷയ്ക്കപ്പുറത്തുള്ള ചില കാര്യങ്ങൾ. മനസ്സിലായില്ലേ? സാധാരണ പ്രോഗ്രാമിന് വേണ്ടി വന്ന് വചനം കേട്ട് ക്രിട്ടിസൈസ് ചെയ്ത് എന്തെങ്കിലും ചെറിയ അത്ഭുതമൊക്കെ കണ്ടിട്ട് പോകുമ്പം ഇവിടെ ഒരു കാര്യമുണ്ട്, പ്രതീക്ഷയ്ക്കപ്പുറത്തുള്ള ചില കാര്യങ്ങൾ നടക്കാനിടയായി. പ്രൈസ് ദി ലോർഡ്. വിസ്മയം മൂടാനുള്ള കാരണം എന്താണ്? വിസ്മയം പൂണ്ടിടത്തൊക്കെ യേശുവിൻ്റെ ഉപദേശങ്ങൾ, യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തി എവിടെല്ലാം വെളിപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാവരും പറഞ്ഞു അവർ അത്ഭുതം കൂറുമാറിടയായി, വിസ്മയം പൂണ്ടു. നമുക്കറിയാൻ കഴിയും, ലൂക്കോസ് 4:32 അവൻ്റെ ഉപദേശത്തിൽ അവർ വിസ്മയം പൂണ്ടു. അവൻ്റെ വാക്ക് അധികാരത്തോടു കൂടിയതായിരുന്നു.
വാക്കുകൾ കേൾക്കുമ്പോൾ, യേശുവിൻ്റെ വചനം കേൾക്കുമ്പോൾ ആൾക്കാരിൽ വലിയ കുലുക്കം സംഭവിക്കുവാനിടയായി. പെന്തക്കോസ്തിലെ ദൈവദാസന്മാരെ ആത്മശക്തിയോടെ പ്രസംഗിക്കുമ്പോൾ, അധികാരത്തോടെ പ്രസംഗിക്കുമ്പോൾ, കുലുങ്ങാത്തവരെ കുലുക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിന് കഴിയും. സാധാരണ പ്രസംഗമല്ല, സാധാരണ ക്ലാസ് അല്ല, സാധാരണ യോഗമല്ല. അതിനപ്പുറത്ത് വചനത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നിടത്ത് ചില അപൂർവ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. സ്തോത്രം ചെയ്താൽ യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ സഭകളിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഇന്നലെ രാത്രിയിൽ കർത്താവിന്റെ ദാസനോട് സംസാരിച്ചത് കൊണ്ട് ഞാൻ അവിടേക്ക് പോകുന്നില്ല. ദൈവവചനം യോശുവ കേട്ടപ്പോൾ തൻ്റെ വസ്ത്രം കീറി വചനത്തിൻ്റെ ശക്തിയാൽ ഹൃദയം വിറപ്പിക്കുവാനായിട്ടിടയായി. എന്നാ കാര്യം എന്നറിയാമോ? വചനം കേൾക്കുമ്പോൾ ഉണർവ് ഇവിടെ യാവരിക്കുവാനിടയാകും. ആത്മനിറവിൻ്റെ ദൈവശബ്ദം നമ്മുടെ കാതുകളിൽ മുടങ്ങുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഉണർവിൻ്റെ തീനാളം അത് കത്തി പടരുവാനായിട്ടിടയായി തീരും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? 1-ാം നൂറ്റാണ്ടിൽ സംഭവിച്ച അതേ ദൈവപ്രവൃത്തി ഇന്ന് പോയിട്ടില്ല, അത് ഇന്നും നടക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. വചനത്തിൻ്റെ ശക്തിയാൽ രാജാക്കന്മാർ വിറച്ചെങ്കിൽ ഇന്ന് രാത്രി ഓർത്തോണം, വിസ്മയം മൂടാനുള്ള കാരണം സാധാരണ വചനമല്ല, അത് ആത്മശക്തിയുടെ വചനമാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഈ തലമുറയിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, നാം പ്രതീക്ഷിക്കാത്ത ഉന്നതന്മാരെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ ദൈവത്തിന് വിറപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ രാത്രി വിളിച്ചു പറയുന്നത്. ഏത് ഭരണമാകട്ടെ, ഏത് പാർട്ടി ഭരിക്കട്ടെ, ഏത് തത്വങ്ങളുണ്ടാകട്ടെ, ദൈവത്തിൻ്റെ സമയത്ത് ദൈവം ചിലരെ നമ്മുടെ കണ്ണുകൊണ്ട് കാണത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ ദൈവം ചിലരെ വിറപ്പിക്കാൻ പോകുകയാണ്. ഇവിടെ വിസ്മയം പൂണ്ടു എന്ന് പറയുമ്പം രോഗിയെ കൊണ്ടുവന്ന് സൗഖ്യമായി എന്ന് പറഞ്ഞ് മാത്രമല്ല, അതിനപ്പുറത്ത് പാപം ക്ഷമിക്കാനുള്ള അധികാരം യേശു ഉപയോഗിച്ചു. പ്രിയപ്പെട്ടവരേ, ആ പാപക്ഷമ ആ വ്യക്തിയുടെ രോഗം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ശരിയായ പ്രശ്നം എന്താണെന്ന് യേശു കൈകാര്യം ചെയ്തപ്പം അവർക്ക് മനസ്സിലായി, അവർക്ക് വിസ്മയം കൊള്ളാൻ കഴിഞ്ഞു. കാര്യം ഇവിടെ സാധാരണ ഒരു യേശുവല്ല, ഇവിടെ ഒരു ദൈവമഹത്വം വെളിപ്പെടുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. ഒരു കാര്യം ഞാൻ പറയാം, സാധാരണ കാര്യങ്ങൾ മാത്രം ചെയ്യുമ്പോൾ അത് സാധാരണ കാര്യമായി മാറും. പക്ഷേ യേശു വന്ന് ചെയ്തത് അവൻ്റെ രോഗക്കിടക്ക മാറ്റുക മാത്രമല്ല, അതിനപ്പുറത്ത് അവൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ എൻ്റെ യേശു തയ്യാറായി. ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ യേശു ഉണ്ടല്ലോ, രോഗികളെ സൗഖ്യമാക്കുക മാത്രമല്ല, പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഉലകത്തിൽ ഒരുവനേ ഉള്ളൂ, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേനായ യേശുവാണ്. മറ്റൊരുത്തനിൽ രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ഒരുവനേ ഉള്ളൂ, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേനായ യേശു. പ്രിയമുള്ളവരെ, ഇവിടെ ഈ ദൈവമഹത്വമൊക്കെ കൊണ്ട് കണ്ടപ്പോഴത്തേക്ക് പ്രതീക്ഷിക്കാത്തത് ചിലത് കാണുമ്പോഴാണ് അത് അപൂർവ കാര്യമായിട്ട് വരുന്നത്. അവരെന്ത് ചെയ്തു? ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവത്തെ മഹത്വപ്പെടുത്തി. നോക്കിക്കേ, അവിടെ ഒരു വലിയ കൂട്ടം ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്താൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഇതുവരെ വാ തുറക്കാത്ത ചിലത് അധരം ചലിപ്പിക്കാൻ തുടങ്ങി.
ഒരു നല്ല സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവമഹത്വവും യേശുവിൻ്റെ സാന്നിധ്യവും ശരിക്കും വെളിപ്പെട്ടാലുണ്ടല്ലോ ഒരു യോഗത്തിലും ആരും മസിൽ പിടിച്ചിരിക്കത്തില്ല. ആമേൻ. അവിടെ വാ ചലിപ്പിച്ച് അവർ ദൈവത്തെ ഉയർത്തുവാനായിട്ടിടയാകും. യേശുവിൻ്റെ നാമത്തിൽ ഈ പറന്തൽ കൺവെൻഷൻ ഗ്രൗണ്ട് ഇവിടെ കൺവെൻഷൻ നടത്തുന്നത് ഇതൊരു പ്രോഗ്രാമിന് വേണ്ടിയല്ല. ഇതിനകത്ത് ആരാധന ഉയരേണ്ടതിനാ, സത്യദൈവത്തെ ഉയർത്താനായിട്ട്. അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നു, ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കള് ഒന്ന് കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു രാത്രിയായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ ഗ്രൗണ്ടിനകത്ത് ചില അപൂർവ കാര്യങ്ങൾ ഇവിടെ വെളിപ്പെട്ടു വരാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അപൂർവ കാര്യങ്ങളുടെ മറ്റൊരു കാര്യം ഇവിടെ ഈ ഭാഗം തീർന്നില്ല. ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധന, ആഴമേറിയ ആരാധന, ആരാധനയോടുള്ള പ്രതികരണം അവിടെ വെളിപ്പെട്ടു വരികയാണ്. ഞാൻ ആ ഭാഗം വിട്ട് മുൻപോട്ട് പോവുകയാണ്. അവിടെ പറയുന്നത് ഭയം നിറഞ്ഞവരായി. ഭയം നിറഞ്ഞവരായി എന്ന് പറഞ്ഞാൽ ദൈവസാന്നിധ്യം വെളിപ്പെട്ട് കഴിയുമ്പം വിശുദ്ധ ഭയം നമ്മളിലുണ്ടാകും. ഓടിപ്പോകാനുള്ള ഭയമല്ല, ഒളിച്ചോടുന്ന ഭയമല്ല, വിശുദ്ധിയുടെ ഭയം. ദൈവ സാന്നിധ്യം, ദൈവം ഇറങ്ങി വന്നു എന്നുള്ള ഭയം, അത് ജനത്തെ ഭരിക്കുവാനായിട്ടിടയാകും. കഴിഞ്ഞ ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ ദൈവത്തിന്റെ ദാസന്മാർ ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ വിശുദ്ധ ഭയമാണ്. ദൈവം ഞങ്ങളുടെ നടുവിൽ ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് ആ ജനത്തിനുണ്ടായി. പ്രീസ്തലോ. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം നമ്മുടെ സഭയ്ക്ക് എന്താ വേണ്ടിയത്. പ്രീസ്തലോ. നമ്മുടെ സഭയ്ക്ക് എല്ലാ സംവിധാനങ്ങളും, നമ്മുടെ ദൈവദാസന്മാർക്ക് എന്താ വേണ്ടിയത്? ഏകദേശം എല്ലാവർക്കും ദൈവം നന്മകളും അനുഗ്രഹങ്ങളും തന്നിട്ടുണ്ട്. 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയിൽ അന്നുണ്ടായിരുന്നത് പലതും നമുക്കില്ലാതെ പോയിരിക്കുകയാണ്. ഒരു വാക്യം ഞാൻ വായിക്കാം. പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 43-ാം വാക്യം വായിക്കാം. എല്ലാവർക്കും ഭയമായി, എല്ലാവർക്കും ഭയമായി അപ്പോസ്തലന്മാരിൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. പ്രൈസ് ദി ലോർഡ്. അപൂർവ കാര്യങ്ങളിൽ അതിന്റെ അടയാളം ഒരു വിശുദ്ധ ഭയം യെരുശലേമിലെ സഭയിൽ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം വെളിപ്പെട്ടപ്പം, ദൈവം പ്രവർത്തിച്ചപ്പം ജനത്തിന് മൊത്തം, ഒരു ചെറിയ കൂട്ടത്തിന്റെ മേൽ മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന സകല ജനത്തിന്റെ മേലും ഒരു ഭയം ഉണ്ടാകുവാനായിട്ടിടയായി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ദൈവസഭയ്ക്ക് വേണ്ടിയത് ദൈവത്തോടുള്ള ഭയമാണ്. പ്രൈസ് ദി ലോർഡ്. ഇതൊരു വികാരമല്ല, വികൃതമായ ഭയമല്ല, ഇതൊരു വിശുദ്ധ ഭയമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഓർത്തോണം, അതിന്റെ കാര്യം എന്നാണെന്നറിയാമോ? പെന്തക്കോസ്ത് നാളിൽ ദൈവ സാന്നിധ്യം, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ സഭയെ ഷേപ്പ് ചെയ്തത്, സഭയെ ഷേപ്പ് ചെയ്തത് പത്രോസ് അല്ല, സഭയെ ഷേപ്പ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവാ. നല്ല സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മുടെ സഭയ്ക്ക് വേണ്ടിയത് വിശുദ്ധ ഭയമാ. വിശുദ്ധ ഭയമുണ്ടെങ്കിൽ നമുക്ക് പറയാൻ കഴിയും നാം ഒരു അപൂർവ കാര്യങ്ങളെ കാണാൻ പോവുകയാണ്. ഒരു നല്ല സ്തോത്രം പറഞ്ഞാട്ടെ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തെ
തിരിച്ചറിഞ്ഞുണ്ടായ ഒരു വിറയലും ആദരവും ഉണ്ടല്ലോ 1-ാം നൂറ്റാണ്ടിലെ ദൈവമക്കൾക്കുണ്ടായിരുന്നു. 20-21-ാം നൂറ്റാണ്ടിൽ നാം എത്തിച്ചേർന്നിരിക്കുമ്പോൾ എൻ്റെ വാത്സല്യ ദൈവദാസന്മാരോടും എൻ്റെ ജനത്തോടും ഇനി വിവർപ്പിക്കുവാനായിട്ടുള്ളത്, നമ്മുടെ പ്രാദേശിക സഭകളിൽ ഒരു അപൂർവ കാര്യം നടക്കുന്നു എന്ന് പറയണമെങ്കിൽ അത് കെട്ടിടം പണിയല്ല, അത് ബംഗ്ലാവ് പണിയുന്നതല്ല, പണം ഡിപ്പോസിറ്റ് ചെയ്യുന്നതല്ല. അതിനപ്പുറത്ത് നമ്മുടെ പ്രാദേശിക സഭകളിൽ വിശുദ്ധ ഭയം. ദൈവം കഥയല്ല, യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർക്ക് ഭയമുണ്ടായി. ഹല്ലേലൂയ. ആ 2-ാമത്തെ 43-ാം വാക്യത്തിൽ അപ്പോസ്തലന്മാർ മുഖാന്തരമുണ്ടായ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടപ്പം അവർക്ക് ഭയമായി. ഇന്ന് രാത്രി നമുക്ക് വേണ്ടിയത് ആത്മശക്തിയുടെ വ്യാപാരം, അസാധാരണമായ ദൈവപ്രവൃത്തി നമ്മുടെ സഭകളിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ ജനത്തിൻ്റെ മേലും അഭിഷിക്തന്മാരുടെ മേലും ഒരു വലിയ ഭയം അകത്തേക്ക് വരാനായി പോകുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഇന്ന് രാത്രിയിൽ നമുക്ക് വേണ്ടിയത് അപൂർവ കാര്യമാ? സാധാരണക്കാരെ അവരെ ഇവരെ നോക്കേണ്ട കാര്യമില്ല, അടുത്ത സഭയ്ക്കുണ്ടോ നോക്കേണ്ട. അതിനപ്പുറത്ത് വ്യത്യസ്തമായി യെരുശലേം സഭയെ പോലെ വിശുദ്ധ ഭയമുള്ളവരായി നാം നിൽക്കുന്നു എങ്കിൽ നമ്മെ തോൽപ്പിക്കുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. നാം ഇവിടെ നിൽക്കത്തില്ല, നാം മുന്നോട്ട് കുതിക്കാൻ പോകുകയാ. നമ്മൾ യെരുശലേമിൽ ഒതുങ്ങത്തില്ല, അടുത്ത ടെറിട്ടറിയിലേക്ക് നാം പോകാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആത്മാവിനോട് പറയുന്നത്, നമുക്ക് വേണ്ടിയത് വിശുദ്ധ ഭയം. ഹല്ലേലൂയ. വിശുദ്ധ ഭയം ഉണ്ടാകാൻ പത്രോസിനെ നോക്കിയാൽ മതി. പത്രോസ് വിദ്യാഭ്യാസമില്ലാത്തവന്, ധൈര്യമില്ലാത്തവന്, പക്ഷെ അവൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപ കണ്ടപ്പം നാട്ടുകാർക്കെല്ലാം ആശ്ചര്യം ഉണ്ടായി. സന്നദ്ധി സംഘത്തിലെ ആൾക്കാർക്ക് വരെ ആശ്ചര്യം ഉണ്ടായി. അതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? അവൻ യേശുവിനോട് കൂടെ നിൽക്കുന്നവനാണ്. ദൈവ സാന്നിധ്യം അവൻ്റെ മേലുണ്ടെന്ന് അത് നാട്ടുകാർക്ക് തിരിച്ചറിയാനിടയായി. അസംബ്ലീസ് ഗോഡ് സമൂഹത്തിലെ അഭിഷിക്തന്മാരോട്, എൻ്റെ ജ്യേഷ്ഠന്മാരോട്, എൻ്റെ അനുജന്മാരോട് ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, ജനം ഭയപ്പെടണമെങ്കിൽ ആത്മശക്തിയിൽ മുന്നോട്ട് പോകണം. യേശുവിന്റെ നാമത്തിൽ ക്രെഡൻഷ്യൽ ഉണ്ടെന്നോ ഓർഡിനേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നോ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആത്മാവിന്റെ ശക്തിയോടെ കുതിക്കുന്നെങ്കിൽ ലോകം നിന്റെ മുൻപിൽ വിറയ്ക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രിയിൽ ഒരു അപൂർവ കാര്യം യേശുവിന്റെ നാമത്തിൽ ഒരു കാര്യം ഇവിടെ ഞാൻ പറയുക. 5-ാം അധ്യായത്തിൽ അനനിയാസും സബീറയൊക്കെ വ്യാജം പ്രവർത്തിച്ചു അല്ലേ, കള്ളത്തരമൊക്കെ പറഞ്ഞു വന്നു. വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്ത് 5-ാം അധ്യായം 5-ാം വാക്യവും 11-ാമത്തെ വാക്യത്തിൽ ഭയമുണ്ടായി, മഹാഭയം ഉണ്ടായി. സ്തോത്രം.
ഒരു നല്ല സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഭയമല്ല, മഹാഭയം ഉണ്ടാവും. ഓ റബശംദന റബസിയാതല. ഹല്ലേലൂയ. അല്ലേ, നുണ പറഞ്ഞാൽ തെളിയിക്കാൻ ഇന്ന് സംവിധാനമൊക്കെ ഉണ്ട്, പോളിഗ്രാഫൊക്കെ ഉണ്ട്. അങ്ങ് സംസാരിക്കുമ്പം ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും ശ്വസന രീതിയും വിയർപ്പൊക്കെ കാണുമ്പം കള്ളം പറഞ്ഞൊന്നൊക്കെ ഏകദേശം തെളിയുമെന്ന നമ്മൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ദൈവത്തിന് പോളിഗ്രാഫൊന്നും വേണ്ട കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഹൃദയം നന്നായിട്ട് അറിയാവുന്ന ദൈവത്തിന് വേറെ ഉപകരണമൊന്നും വേണ്ട. ഇന്ന് രാത്രി നമ്മുടെ നേതാക്കന്മാരുടെ മുമ്പിലല്ല, നമ്മുടെ പാസ്റ്റേഴ്സിന്റെ മുമ്പിലല്ല, നമ്മുടെ ഹൃദയം നന്നായിട്ട് അറിയുന്ന ഒരു ദൈവമുണ്ട്. ആത്മസാന്നിധ്യമുള്ള, കൃപാവരമുള്ള, വിവേചനപരമുള്ള പത്രോസിന്റെ മുമ്പിലുണ്ടല്ലോ ഒരുത്തന്റെ പരിപാടി നടക്കത്തില്ല. ആരെല്ലാം ഒറ്റയ്ക്ക് നിന്നാലും ഒരുമിച്ച് കള്ളം പറഞ്ഞാലും അത് ജയിക്കത്തില്ല. അത്ര വലിയ ദൈവശക്തിയായിരുന്നു ദൈവസഭയിൽ വെളിപ്പെട്ടത്. രാത്രിയിൽ എനിക്ക് സമയപരിമിതി മനസ്സിലാക്കിയുണ്ട്. ഇത് കണ്ടപ്പോഴാണ് പറഞ്ഞത്, ഞങ്ങൾ അപൂർവ കാര്യങ്ങളെ കണ്ടു. ഹല്ലേലൂയ. പ്രതീക്ഷയ്ക്കപ്പുറത്ത് ചിലത് നീ കാണുമ്പോൾ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാരാധന വെളിപ്പെടുമ്പോൾ, 3 ഒരു വിശുദ്ധ ഭയം വെളിപ്പെടുമ്പോൾ, അവൻ ജനം പറയാൻ പോകുക, ഞങ്ങൾ അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന്. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയാൻ പോകുക. അതെന്നാണെന്നറിയാമോ? അത് 5-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം വായിച്ചാട്ട് വിനുപാസ്. അപ്പോൾ ചില ആളുകൾ പക്ഷപാതം പിടിച്ച ഒരു മനുഷ്യനെ കിടക്കയിൽ എടുത്തുകൊണ്ടുവന്നു, അവനെ അകത്തുകൊണ്ട് എന്ന് അവന്റെ മുൻപിൽ വെപ്പാൻ ശ്രമിച്ചു. 2 കാര്യമാണ്. ചിലർ എഴുന്നേറ്റ് കേട്ടോ. ഈ അപൂർവ കാര്യം നടക്കണമെങ്കിൽ എല്ലാവരും എഴുന്നേക്കത്തില്ല, ചിലർ എഴുന്നേക്കണം. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ റെയർ ഇൻട്രസ്റ്റ് ഉള്ള, റെയർ തിങ്സ് നടക്കണമെങ്കിൽ റെയർ ഇൻട്രസ്റ്റ് ഉള്ള ചിലർ എഴുന്നേക്കണം. സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരും എഴുന്നേക്കണ്ട, ചിലർ എഴുന്നേറ്റാൽ ദൈവം തന്റെ പ്രവൃത്തി നടത്താൻ പോകുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? റെയർ തിങ്സ് നടക്കാൻ റെയർ ഇൻട്രസ്റ്റ് ഉള്ളവർ എഴുന്നേറ്റാൽ മതി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു കാര്യം പറയുന്നു, ശ്രമിച്ചെന്ന് അല്ല, ശ്രമിച്ചു. സ്തോത്രം അല്ലേ. ചിലർ ശ്രമിച്ചു. ഒരു റെയർ അറ്റംപ്റ്റിന് തയ്യാറായെങ്കിലേ ചില അപൂർവ കാര്യങ്ങൾ നടക്കാൻ പറ്റത്തുള്ളൂ. വർഷങ്ങളായി പക്ഷപാതം പിടിച്ച് കിടക്കുന്ന ഒരുത്തനെ എടുക്കാൻ ആരാ തയ്യാറാകുന്നത്? ആരാണ് അപൂർവകാര്യം നടക്കാൻ തയ്യാറാകുന്നത്? പക്ഷെ 4 പേരങ്ങ് എഴുന്നേറ്റ് കേട്ടോ. 4 പേര് എഴുന്നേറ്റപ്പോൾ ദൈവം വൻകാര്യം ചെയ്യാനിടയായി. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. അസംബ്ലീസ് ഗോഡ് സമൂഹത്തിൽ, പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൽ അപൂർവകാര്യം നടക്കാൻ റെയർ അറ്റംപ്റ്റിന് വേണ്ടി തയ്യാറാകുന്ന എത്ര ദൈവദാസന്മാരുണ്ട്? ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുക. ഹല്ലേലൂയ. 4 പേരും കൂടെ ടീം സ്പിരിറ്റ് ആയിട്ടാണ് നിന്നേ. സ്തോത്രം പറഞ്ഞാട്ടെ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ടീം ഇല്ലെങ്കിലും സ്തോത്രം പറഞ്ഞാട്ടെ. ഒരു ടീം സ്പിരിറ്റോട് 4 പേര് നിൽക്കാനിടയായി, ഒരു ഐക്യതയോടെ നിൽക്കാനിടയായി. അവിടാണ് അവൻ അപൂർവ കാര്യം കാണാൻ പോകുന്നത്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിൽ അപൂർവ കാര്യങ്ങളെ ദൈവം കാണിക്കാൻ പോകുന്നു എന്ന്? ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, അതിന് വേണ്ടിയത് റെയർ ഇൻട്രസ്റ്റ് ഉള്ള, റെയർ അറ്റംപ്റ്റിന് തയ്യാറുള്ള ചിലർ എഴുന്നേൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. Praise the Lord. Hallelujah. Hallelujah. രാത്രി വെറുതെ പോകാനില്ല.
ഒരു സാധാരണ കാര്യം ചെയ്തു പോകാനല്ല ദൈവം നമ്മെ വിളിച്ചേക്കുന്നത്. എല്ലാവരെയും പോലെ പോകാനല്ല. അതിനപ്പുറത്ത് എനിക്കൊരു അറ്റംപ്റ്റ് വേണം എന്ന് പറയാൻ എത്ര പേരുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അതിന് തയ്യാറാണെന്ന് പറയുന്ന എത്ര പേരുണ്ട്? ഞാൻ കാര്യം വേഗത്തിൽ നിർത്താൻ പോകുക. പത്രോസും യോഹന്നാനും കൂടെ ഒരു അറ്റംപ്റ്റിന് തയ്യാറായി. 40 വർഷം മുടന്തനായി കിടക്കുന്ന ഒരുത്തനെ അവൻ സൗഖ്യമാക്കുവാൻ അവർ തയ്യാറായി. എന്നതറിയാമോ? പത്രോസും യോഹന്നാനും 2 സ്വഭാവക്കാരും കൂടെ ആണെങ്കിലും ഉണ്ടല്ലോ, പ്രാർത്ഥനയ്ക്ക് അവർ ഒറ്റക്കെട്ടായി. ഒരു നല്ല സ്വതന്ത്രം പറഞ്ഞാട്ടെ. പ്രാർത്ഥനയ്ക്ക് അവർ 2 പേരും ഒറ്റക്കെട്ടായി. പത്രോസും യോഹന്നാനും 2 സ്വഭാവമാണെങ്കിലും ഉണ്ടല്ലോ, സുവിശേഷ പ്രവർത്തനത്തിലും ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കും കൂടെ അവർ 2 പേരും കൂടെ കരം കൊടുക്കാനിടയായി. ഇന്ന് രാത്രി നീ ഒരുമിച്ച് നിൽക്കാൻ തുടങ്ങിയാൽ നിന്നിൽ നിന്ന് അഭിഷേകത്തിന്റെ ശക്തി അത് മഴ പെയ്തിറങ്ങുന്നത് പോലെ അത് ഇറങ്ങാൻ പോകുക. ഓ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, ഒരുമിച്ച് മുട്ടുമടക്കാൻ തുടങ്ങിയാൽ. ഞാൻ പറയാറുണ്ട്, നല്ല കാര്യത്തിനെങ്കിലും ഒന്ന് ഒരുമിച്ച് നിൽക്കണം എന്ന് പറയാം. പക്ഷെ ഞാൻ പീറ്ററും പത്രോസ് യോഹന്നാനും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോയി. സ്തോത്രം. വഴിമത്തത്തിൽ വെച്ച് തന്നെ അത്ഭുതം നടക്കാനിടയായി. നമ്മളൊന്ന് ഒരുമിച്ച് നീങ്ങുമ്പം ആലയത്തിൽ ചെന്നിട്ടല്ല അത്ഭുതം നടക്കുന്നത്, വഴിമത്തത്തിൽ തന്നെ അത്ഭുതം നടക്കാൻ പോകും. യേശുവിന്റെ നാമത്തിൽ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി ഒരു കാര്യം കൂടെ പറയാൻ പോകുക. റെയർ അറ്റംപ്റ്റിന് തയ്യാറായാൽ അവരുടെ വിശ്വാസം കണ്ടിട്ട് സൗഖ്യമാക്കി. ഞാൻ പറയുന്നത്, ഇവർക്ക് റെയർ ഫെയ്ത്ത് ഉണ്ടായിരുന്നു. റെയർ ഫെയ്ത്ത് ഉണ്ടായിരുന്നു. അവരുടെ വിശ്വാസം കണ്ടിട്ട്, അവരുടെ ചുമട് കണ്ടിട്ട് അവർ പറഞ്ഞ ആരും തയ്യാറല്ലെങ്കിലും ഞങ്ങൾ ഇവനെ ചുമക്കാൻ റെഡിയാണെന്ന് അവർ പറഞ്ഞത്. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. ഭാരതത്തിൻ്റെ ഉണർവിന് വേണ്ടി ചില അപൂർവ കാര്യങ്ങൾ കാണാൻ ചിലരെ ചുമക്കാൻ റെഡിയാണെങ്കിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുകയാ. ഞാൻ വിശ്വസിക്കുന്നു, ഉണർവിന് വേണ്ടി, ഒരു ഭാരതത്തിൻ്റെ ഉണർവിന് വേണ്ടി, ദൈവസഭകളുടെ ഉണർവിന് വേണ്ടി ഇന്ന് രാത്രി ചിലര് എഴുന്നേൽക്കാൻ റെഡിയാണെങ്കിൽ, എസ്തറിനെ പോലെ എഴുന്നേൽക്കാൻ റെഡിയാണെങ്കിൽ, വിശ്വാസത്തോടെ എഴുന്നേൽക്കാൻ റെഡിയാണെങ്കിൽ, ഈ തലമുറയിൽ ദൈവം വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെയാണെങ്കിൽ ഒരു റെയർ മിറക്കിൾ നടക്കാൻ പോകുകയാ. നാം ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി പോകുകയാ. എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ഇന്ന് രാത്രിയിൽ തുടർന്നുള്ള സ്തോത്ര കാഴ്ചയ്ക്ക് മുൻപായിട്ട് ഒരു 2-3 മിനിറ്റുകൾ എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തിന് ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. ഓ റിബബലബ ശംദന. കരങ്ങൾ വീശി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു, എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എൻ്റെ സഭയിൽ, എൻ്റെ ശുശ്രൂഷയിൽ, എൻ്റെ കുടുംബത്തിനകത്ത് അപൂർവമായ കാര്യങ്ങൾ കാണണമെന്ന് എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഒരു റെയർ തിങ്സ് എൻ്റെ സഭയിൽ കാണണം, എൻ്റെ സമൂഹത്തിൽ കാണണമെന്ന് ഉറപ്പുള്ള, അങ്ങനെ ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? നിന്റെ പ്രതീക്ഷയ്ക്കപ്പുറത്ത് ഇന്ന് രാത്രി ദൈവം ചില വിടുതലുകൾ ചെയ്യാൻ പോകുകയാണ്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കുക, റെയർ ഇൻട്രസ്റ്റോടെ, റെയർ അറ്റംപ്റ്റിന് വേണ്ടി, റെയർ ഫെയ്ത്തോടെ മുന്നോട്ട് വരാൻ എത്ര പേര് തയ്യാറാകും? യേശുവിന്റെ നാമത്തിൽ 2026 നിങ്ങളൊരു തീരുമാനമെടുക്കണം. കർത്താവ് എനിക്ക് ആയുസ് നൽകുന്നെങ്കിൽ റെയർ തിങ്സ് എൻ്റെ സഭയിൽ നടക്കാൻ, എൻ്റെ ശുശ്രൂഷയിൽ നടക്കാൻ ഞാൻ അതിന് തയ്യാറാ കർത്താവ് എന്ന് പറയാൻ, അതിനുവേണ്ടി സമർപ്പിക്കുവാൻ എത്ര പേർക്ക് കഴിയും? അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം നിങ്ങളെ ശക്തിയോടെ ഈ തലമുറയിൽ ഉപയോഗിക്കുവാനായി പോകുകയാണ്.